ആര്യനും സാബുമോനും അക്ബറും കൂടെ സ്റ്റോർ റൂമിൽ ബാറ്ററി മാറ്റാനായിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അനുമോളും ആദിലയും നൂറയും കൂടെ വെളിയിൽ നിന്ന് അവരെ ലോക്ക് ചെയ്ത് ഡോർ അടച്ച്. ഇവരിത് അറിയുന്നില്ല. ഇവർ ബാറ്ററിയൊക്കെ എടുത്തിട്ട് 3 പേരൂടെ പതുക്കെ ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് സാബുമോൻ അറിയുന്നത് ഡോറ് വെളിയിൽ നിന്ന് ലോക്കാണെന്ന്. അപ്പം സാബുമോൻ പറയുന്നത്, എടാ ലോക്കായടാന്ന് പറയുന്നത്, ഇവിടെ നല്ല ശക്തിയിൽ പിടിച്ചേക്കുവാണ്. അപ്പോൾ ആര്യൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ എങ്ങനെ ലോക്കായി? അപ്പോൾ ആര്യൻ ആ ഡോറിൻ്റെ അടിയിൽ കൂടെ നോക്കുകയാണ് ഇതെങ്ങനെ ലോക്കായെന്ന്. അപ്പം ആര്യൻ പറയുന്നത്, എടാ ഇത് ലോക്കാടാ. അപ്പോൾ അക്ബർ മേലോട്ട് നോക്കിയിട്ട് പറയുന്നത്, ഇല്ലടാ ഇത് അനങ്ങുന്നുണ്ട്, ഇത് പുറത്തുനിന്ന് ആരാണ്ട് പൂട്ടിയേക്കുക. അല്ലടാ അത് ലോക്കാടാന്ന് പറഞ്ഞ് ആര്യൻ അവിടെ കയറി ഇരിക്കുകയാണ് സ്റ്റോർ റൂമിൽ, തലയ്ക്ക് കയ്യൊക്കെ കൊടുത്തിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്, ഇതെന്താണ് ലോക്കായെന്ന്. അപ്പോൾ അക്ബർ പറയുന്നത്, അല്ലല്ല ഇത് പുറത്തുനിന്ന് ആരാണ്ട് ലോക്ക് ചെയ്തേക്കുക, അവരാരാണ്ടാണെന്ന് പറയുന്നത്. എന്നിട്ട് അക്ബറിന് നല്ല സംശയമുണ്ട് ഇത് പുറത്തുനിന്ന് പിടിച്ചേക്കുവാണെന്ന്. അപ്പോൾ ആര്യൻ അവിടെ നിന്ന് പറഞ്ഞാൽ, എടാ അല്ലടാ അത് ലോക്കാടാ, ബിഗ് ബോസ് ലോക്ക് ചെയ്തേടാ, നിനക്കെന്താ മനസ്സിലാവത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല ശക്തിയിൽ പിടിച്ചിരിക്കുകയാണ്. ഇവർ കുറേ ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല. അക്ബർ താഴെ കൂടെ നോക്കുന്നുണ്ട്, ഡോറിന് താഴെ കൂടെ നോക്കുമ്പോഴും അക്ബറിന് സംശയമുണ്ട് പുറത്ത് ആരോ ലോക്ക് ചെയ്തേക്കുവാണെന്ന്. അപ്പം സാബുമോൻ പറഞ്ഞു, ആടാ ഇത് ലോക്ക്, ഇവർ ആരാണ്ട് പുറത്തുനിന്ന് പിടിച്ചിരിക്കുക. എന്നിട്ട് സാബുമോൻ നല്ല ശക്തിയിൽ പിടിക്കുന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞ, ബിഗ് ബോസേ തുറക്കാൻ പറ ബിഗ് ബോസേ, ഞങ്ങൾ പിന്നെ പിടിച്ച് വലിച്ചിട്ട് പ്രോപ്പർട്ടി പൊട്ടി എടുത്തൊന്നും ഞങ്ങളുടെ അടുത്ത് പറയല്ലേ എന്ന് പറയുന്നു. അപ്പം അക്ബർ പറയുന്നത്, നമുക്ക് ഒരുപാട് അങ്ങോട്ട് ശക്തി പ്രയോഗിക്കാൻ പറ്റത്തില്ല, ഇത് ഒടിഞ്ഞ് കയ്യിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്. അക്ബർ ശരിക്കും അത് ലൈറ്റായിട്ടേ പിടിക്കുന്നുള്ളൂ. സാബുമോൻ അങ്ങനെയല്ല, സാബുമോൻ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. സാബുമോൻ അതുകൊണ്ടാണ് പറയുന്നത്, അല്ലടാ അത് ലോക്കാണെന്ന് പറയുന്നത്. പക്ഷേ അക്ബറിന് നല്ല സംശയം ഇത് ആരോ പുറത്തുനിന്ന് പൂട്ടിയേക്കുവാണെന്ന്. ആര്യൻ പറയാം, അത് ബിഗ് ബോസ് പൂട്ടിയതാടാ, എന്ത് പറയാനാ പാതിരാത്രിക്ക്, ബിഗ് ബോസ് എന്ത് പണിയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആര്യൻ അവിടെ നിന്ന് കരയുന്ന കണക്കായി. അപ്പോൾ അക്ബർ വന്നിട്ട്, അതിന് നീ എന്തിനാടാ കരയുന്നത്? അയ്യേ. അകത്തുനിന്ന് നല്ല ശക്തിയിൽ പിടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പുറത്ത് നിന്നവർ ഓരോരുത്തരെ പിടിവിട്ട് ഓടാൻ തുടങ്ങി. 3 പേരുടെ പ്ലാൻ ചെയ്ത് ഓരോരുത്തരായിട്ട് ഓടാൻ. ലാസ്റ്റ് ഓടിയത് ആദിലയാണ്. സാബുമോൻ വന്ന് തുറന്നു നോക്കിയിട്ട് സാബുമോൻ കണ്ടില്ല ആരെയും. അക്ബറും ആര്യനും കൂടെ വന്നപ്പോൾ അക്ബർ പറയുന്നത് ലെഫ്റ്റിൽ എന്ന് പറഞ്ഞിട്ട് തിരിയുന്നതും അവർ കാണുന്നുണ്ട്. സാബുമോനെ ആര്യനൊക്കെ കാണുന്നുണ്ട്, ആദിലും നൂറയൊക്കെ. അവർ നേരെ നടന്ന് ഇവരുടെ അടുത്തോട്ട് തന്നെ ചെല്ലുന്നത്. അക്ബറൊക്കെ സംശയിച്ചത് ഷാനവാസ് ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇവർ നേരെ ചെല്ലുന്നത്. അപ്പോൾ സാബുമോൻ പറഞ്ഞു, നിങ്ങളായിരുന്നോ, നിങ്ങൾക്ക് ഇത്രയും ശക്തിയോ? സാബുമോൻ അവരെ വിശ്വസിക്കാനേ പറ്റത്തില്ല. അന്നേരം നൂറ് വയ്ക്കുക, നിങ്ങൾ ഇത്രയും മണ്ടന്മാരായി പോയല്ലോ എന്ന്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.